എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എല്ലാവർക്കും ദൈവസ്നേഹത്തിൻ്റെ പ്രഭാത വന്ദനം. ക്രിസ്തേശുവിൽ പ്രിയരെ, യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയോടുകൂടി വേണം നമ്മളെല്ലാ പ്രഭാതവും ഉണരുവാൻ, നമ്മുടെ പ്രവൃത്തികളിലേക്ക് പോകുവാൻ. ഈശോയെ കൂട്ടിക്കൊണ്ട് നാം മുന്നോട്ട് യാത്ര ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെ നമ്മൾ ഏറ്റെടുക്കും. ഇന്നലെ നമ്മൾ പ്രാർത്ഥനയുടെ മനോഭാവത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു. രണ്ട് മനുഷ്യർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ഒന്നൊരു ഫരീസയൻ, മറ്റൊരു ചുങ്കക്കാരൻ. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ ഹൃദയസ്പൃക്കായിരുന്നു. അവൻ മനം നൊന്ത് നുറുങ്ങിയ ഹൃദയത്തോടുകൂടി മാറത്തടിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. യേശുനാഥൻ തന്നെ ചോദിക്കുന്നു, ഈ രണ്ടുപേരിൽ ആരാണ് സ്വീകരിക്കപ്പെട്ടവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയത്? ഈശോയോട് ചോദ്യം ചോദിച്ചവർ തന്നെ പറഞ്ഞു, അത് ചുങ്കക്കാരൻ തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, നീതീകരിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അന്വേഷണമാണ്, ഒരു ഗവേഷണമാണ്, ഒരു പരീക്ഷണമാണ്, ഒരു നിരീക്ഷണവും സാധനയാണെന്നും അതുവഴി സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരേണ്ടതുമാണ് എന്ന് ചിന്തിച്ചു. എല്ലാ ഋഷിമാരും പ്രാർത്ഥിച്ചത് അസതോമ സദ്ഗമയ, അസത്യത്തിൽ ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. സത്യത്തിൽ നിന്നാണ്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. എന്നാണ് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ സത്യം പറയുന്നവരെ കാണാനില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സത്യമേവ ജയതേ, സത്യം വദഹ സത്യം ചരഹ. സത്യം പറയുക, സത്യത്തിൽ യാത്ര ചെയ്യുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വിശ്വനാഥൻ പറയുകയാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് സത്യം? എന്താണ് ഉത്തരം? ഞാനാണ് സത്യം. അവിടുന്ന് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യമായവനെ അന്വേഷിക്കുന്നതാണ്. ഇതാണ് ഭാരതമുനിമാർ പോലും സത്യത്തെ, ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. അവരന്വേഷിച്ചത് യേശുവിനെയാണ്. യേശു പറയുന്നു, ഞാനാണ് സത്യം. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. നമ്മൾ ദൈവമക്കളെ ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞു പോയാൽ പോരാ. നാം സത്യാന്വേഷികളായി മാറണം. നാം സത്യമായ ദൈവത്തെ അന്വേഷിക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥന തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യോഹന്നാന സുവിശേഷം 8:12 യേശുനാഥൻ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. അവിടുന്ന് പ്രകാശമാണ്. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറയുന്നത്, അവിടുത്തെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമാണ്. ദൈവം പ്രകാശമാണ്. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മാമുനിമാരെ പോലെ, അല്ല നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. മൃത്യോമ അമൃതം ഗമയ, ഈ മരണ സാന്നിധ്യത്തിൽ നിന്ന്, ഈ മരണ സംസ്കാരത്തിൽ നിന്ന് ഞങ്ങളെ അമർത്യതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യജ്ഞമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. നമുക്ക്
ദൈവത്തോട് ചേർന്ന് നിന്ന് മരണത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അമർത്യതയിലേക്ക് യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഈശ്വര അന്വേഷണമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.